നിയമസഭാ കയ്യാങ്കളി കേസിൽ യുഡിഎഫിനെ പ്രതിരോധത്തിലാക്കാൻ സർക്കാർ 4 യുഡിഎഫ് മുൻ എംഎൽഎമാരെ പ്രതി ചേർത്തു. ശിവദാസൻ നായർ, ഡൊമിനിക് പ്രസന്റേഷൻ, എം.എ. വാഹിദ്, എ.ടി. ജോർജ് എന്നിവരെയാണ് പ്രതി ചേർത്തത്. ഗീതാഗോപി നൽകിയ പരാതിയിൽ IPC 34, 323, 341 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തുടരന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഏറെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഈ നിയമസഭാ കയ്യാങ്കളി കേസിൽ യുഡിഎഫിനെ പ്രതിരോധത്തിലാക്കാൻ സർക്കാർ ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത. ഡാൻ, അപ്പോൾ അറിയേണ്ടത് ഈ നിയമസഭാ കയ്യാങ്കളി കേസ് പ്രതിപക്ഷത്തിന് മേൽ കൂടി അന്വേഷണം കൊണ്ടെത്തിക്കുക എന്നതിലൂടെ എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? ഭവ്യ, നിർണായകമായ ഒരു നീക്കമാണ് നിയമസഭാ കയ്യാങ്കളി കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഈ കേസിൽ പ്രതിയാണ്. നേരത്തെ നിയമസഭാ സെക്രട്ടറി നൽകിയ പരാതിയിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടന്നിരുന്നത്. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി കോടതിയും മുമ്പോട്ട് പോവുകയുമാണ്. അതിനിടയിലാണ് പ്രതിപക്ഷത്തെ കൂടി പ്രതിരോധത്തിലാക്കുന്ന ഒരു നീക്കം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ്, അതായത് 2015 മാർച്ച് 13 ഈ കേസിനാസ്പദമായ സംഭവം. അന്ന് ധനമന്ത്രിയായിരുന്ന KM മാണി 13ാം നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടയിലായിരുന്നു ഈ നിയമസഭ കയ്യാങ്കളി ഉണ്ടാകുന്നത്. ആ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട് നാട്ടിക MLA ആയിരുന്ന ഗീതാഗോപി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് 4 മുൻ UDF MLA-മാരെ പ്രതി ചേർത്തുകൊണ്ട് അന്വേഷണം തുടങ്ങിയത്. ആ അന്വേഷണമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഭവ്യ സൂചിപ്പിച്ച പോലെ ഒന്നാം പ്രതിയായി ആ FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശിവദാസൻ നായരുടെ പേരാണ്. രണ്ടാമതായി M.A. വാഹിദ്, മൂന്നാമത് ഡൊമിനിക് പ്രസന്റേഷൻ, നാലാമത് പാറശാല മുൻ MLA A.T. ജോർജ്. ഇങ്ങനെ 4 മുൻ UDF MLA-മാർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവരാണ് പ്രതിപട്ടികയിലുള്ളത്. 3 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 323, 341, 34 ഈ 3 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ബോധപൂർവമായി ഒരാളെ തടങ്കലിൽ വെക്കുന്നതിന് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള കേസാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 1 വർഷം വരെയാണ് പരമാവധി തടവ് ലഭിക്കാൻ സാധ്യത ഈ വകുപ്പുകൾ ചുമത്തിക്കഴിഞ്ഞാൽ. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കെ ഇത്തരമൊരു നീക്കം ഉണ്ടാകുന്നത് UDF-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന ആക്ഷേപം സ്വാഭാവികമായി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയരും. എന്തായാലും ഏറെ പ്രമാദമായ നിയമസഭാ കയ്യാങ്കളി കേസിലാണ് പ്രതിപക്ഷത്തെ കൂടി പ്രതിരോധത്തിലാക്കുന്ന ഒരു നീക്കം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 1 മാസം മുമ്പാണ് മ്യൂസിയം പോലീസ് വളരെ രഹസ്യമായി ഗീതാഗോപിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസിന്റെ FIR വിശദാംശങ്ങൾ അടക്കമാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിടുന്നത്. അതിനുശേഷമാണ് 2 ദിവസം മുമ്പ് കേസ് അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ച് SP-ക്ക് കൈമാറിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. കേസുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ അന്വേഷണത്തിൽ ലഭിച്ച മുഴുവൻ വിവരങ്ങളും ക്രൈംബ്രാഞ്ചിന് മ്യൂസിയം പോലീസ് കൈമാറിയിട്ടുമുണ്ട്. അതായത് ഈ കേസിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ ലഭിച്ച പരാതിയിൽ അന്വേഷണം നടത്തുന്നത് ക്രൈംബ്രാഞ്ചാണ്. അതുകൊണ്ടാണ് മ്യൂസിയം പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടും നിലവിൽ ഈ കേസിന്റെ അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് SP-ക്ക് ഈ പരാതി കൈമാറി വിശദമായ തുടരന്വേഷണത്തിന് കൈമാറിയിരിക്കുന്നത് എന്ന സൂചനകളാണ് നമുക്ക് നമ്മുടെ സോഴ്സുകളിൽ നിന്ന് ലഭ്യമാകുന്നത്. എന്തായാലും ഏറെ നിർണായകമായ ഒരു നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നമുക്കറിയാം, മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഉൾപ്പെട്ട ഒരു കേസാണ്. അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രി ശിവൻകുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ സർക്കാർ പ്രതിപക്ഷത്തിന് മേൽ ഇപ്പോൾ പ്രതിരോധം തീർക്കുന്നത്? എങ്ങനെ മനസ്സിലാക്കണം അതിനെ? സ്വാഭാവികമായും ഇടത് മന്ത്രിസഭയിലെ ഒരു മന്ത്രി കൂടി ഉൾപ്പെട്ട അത്തരത്തിലേറെ വിവാദങ്ങൾക്ക് വഴിവെച്ച വലിയ ചർച്ചയായ ഒരു കേസാണ് കയ്യാങ്കളി കേസ്. ആ കേസിൽ വി ശിവൻകുട്ടിയെ പ്രതി ചേർത്ത് അല്ലെങ്കിൽ വി ശിവൻകുട്ടിക്കെതിരെ നടപടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം അത് സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറും. അതിന് അത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്മാറണമെന്നുണ്ടെങ്കിൽ ഈ കേസ് ഒത്തുതീർപ്പായാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ആ ഒത്തുതീർപ്പ് നീക്കങ്ങളുടെ ഭാഗമായിട്ട് വേണം ഇത്രയധികം വർഷങ്ങൾക്ക് ശേഷം, അതായത് 2015 നടന്ന സംഭവത്തിൽ 8 വർഷങ്ങൾക്ക് ശേഷം ഗീതാഗോപി MLA-യുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കേസ് പ്രതിപക്ഷത്തിനെതിരെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് 4 മുൻ UDF MLA-മാരെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുത്തു എന്ന് പറയുമ്പോൾ
8 വർഷത്തെ കാലദൈർഘ്യത്തിന് ശേഷം ഇങ്ങനെ ഒരു കേസെടുത്തതിന് പിന്നിൽ കൃത്യമായ ഒരു ഉദ്ദേശമുണ്ട്. അത് കൃത്യമായി മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരാൻ തന്നെയാണ് സാധ്യത. അത്തരം വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉയരുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഡാനി, എന്തായാലും നിലവിൽ സർക്കാരിനുണ്ടായിട്ടുള്ള പ്രതിച്ഛായ നഷ്ടവും മാനനഷ്ടവും ഒക്കെ മറികടക്കുക എന്നൊരു ഉദ്ദേശം ഈ നീക്കത്തിന് പിന്നിലുണ്ട് എന്ന് നമുക്ക് സ്വാഭാവികമായും സംശയിക്കാം, അല്ലേ? ഭവ്യ, ഇതിലെ എഫ്ഐആർ വിശദാംശങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗീതാ ഗോപിയെ ബോധപൂർവം തടഞ്ഞുവെച്ച് ഞാൻ ഡാനിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ നമുക്ക് പങ്കുചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ, എന്തായാലും നിയമസഭാ കയ്യാങ്കളി കേസിൽ UDF-നെ പ്രതിരോധത്തിലാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും 4 UDF നേതാക്കൾക്കെതിരെ പ്രതി ചേർത്തിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് ഇതിൽ പറയാനുള്ളത്? ഇത് UDF-നോട് തിരിച്ചടിയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എന്താണ് സർക്കാരിന്റെ നീക്കം എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അക്രമം നടത്തിയവരും അക്രമത്തിന് വിധേയരായവരും ഒരുപോലെ പ്രതിയാകുന്നത് കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ്. അക്രമം നടത്തിയവർക്കെതിരെ കേസെടുത്തു. കോടതി ആ കേസ് മുന്നോട്ട് കൊണ്ടുപോയി. കോടതിയിൽ നിന്ന് കേസ് വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചു. മേൽക്കോടതി അതിനെ അനുവദിച്ചില്ല. അവസാനം നിർബന്ധിതമായി കോടതി വിസ്താരത്തിന് വിധേയമാകേണ്ടി വന്നു. അപ്പൊ പിന്നീട് ഒരു കളം വെട്ടിച്ചാടാനുള്ള പരിശ്രമത്തിലാണ്. അവിടെ ഭരണകക്ഷിയിൽപ്പെട്ട അന്നത്തെ MLA-മാരെ കൂടി പ്രതികളാക്കി ചേർത്താൽ ഈ കേസ് തേഞ്ഞു പാഞ്ഞൊക്കെ പോകും എന്നുള്ള സങ്കല്പത്തിലാണ് ഇവർ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നിയമസമാധാനം മാറുന്ന ഏതെങ്കിലും ഒരു കാലത്ത് ഒരു രാജ്യത്ത് നടക്കുമോ, ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നടക്കുമോ? അതുകൊണ്ട് എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പറ്റം ആളുകളുടെ സംതൃപ്തിക്ക് വേണ്ടി ഭരണകൂടമാണ് അതിനെ വട്ടം കറക്കുകയാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനാണ് ഈ നീക്കമെന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ പ്രതിരോധത്തിലാകുമോ ഈ വിഷയത്തിൽ കോൺഗ്രസ്? അങ്ങനെ പ്രതിരോധത്തിലായ കോടതിയല്ലേ ഇത് അവസാനം തീരുമാനിക്കേണ്ടത്. പോലീസുകാരൻ എഴുതി വെച്ചാലും ശരി, കോടതിയല്ലേ ഇത് തീരുമാനിക്കേണ്ടത്. കോടതിയിൽ വരട്ടെ, കോടതിയിൽ വരുമ്പോ കോടതി കാണാം. ഈ മന്ത്രി ശിവൻകുട്ടി അടക്കം ഉൾപ്പെട്ട കേസാണെന്ന് താങ്കൾക്കറിയാം. മൊത്തത്തിൽ മന്ത്രി അടക്കം സംരക്ഷിക്കാനുള്ളൊരു നീക്കമാണോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് താങ്കൾ കരുതുന്നുണ്ടോ? അന്നത്തെ വിഷ്വൽസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വരില്ല. ദയവായിട്ടൊന്ന് ജനങ്ങളെ ഒന്ന് കാണിച്ചു കൊടുക്കുക. തീർച്ചയായും. അന്ന് പ്രതിപക്ഷം ഇരുന്നത് എവിടെയാണ്? അന്ന് ഭരണകക്ഷി ഇരുന്നത് എവിടെയാണ്? അവരെന്തിനാണ് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചീറി വന്നത്? അവിടെ ഭരണകക്ഷി ബെഞ്ചുകളിൽ വന്ന് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചത് എന്താണ്? ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട തെളിവാണ്. ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്ന ട്രഷറി ബെഞ്ചിന്റെ മുമ്പിലാണ്. ഇവർക്ക് സീറ്റ് ട്രഷറി ബെഞ്ചിന്റെ മുമ്പിലായിരുന്നോ? അല്ല, അവരിരുന്ന സീറ്റിൽ നിന്ന് വെല്ലു ക്രോസ് ചെയ്ത് ട്രഷറി ബെഞ്ചിന്റെ മുമ്പിൽ വന്ന് അക്രമം കാണിക്കുകയായിരുന്നു. അവസാനം അക്രമം കാണിക്കരുതേ എന്നവരെ കൂടി അക്രമകാരികളാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നു. അതാണ് ഇപ്പോഴത്തെ സംഭവവികാസം. ഒരു ഒത്തുതീർപ്പിന് കോൺഗ്രസ് ശ്രമിക്കുമോ അല്ലെങ്കിൽ വഴങ്ങുമോ? താങ്കൾ എന്താണ് പറയേണ്ടത്? ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒത്തുതീർപ്പിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ക്രിമിനൽ കേസിൽ ഒത്തുതീർപ്പുണ്ടോ? ക്രിമിനൽ കേസ് കോടതി തീരുമാനിക്കട്ടെ. അങ്ങനെ ക്രിമിനൽ കേസിൽ എന്ത് ഒത്തുതീർപ്പ്? ആ ഒത്തുതീർപ്പിനൊന്നും വഴങ്ങുന്ന പ്രശ്നമേ ഇല്ല. തീർച്ചയായും. ശ്രീ തിരുവഞ്ചൂർ, താങ്കൾ പറഞ്ഞതുപോലെ ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു നീക്കത്തിന് ഇപ്പോൾ സർക്കാർ തുനിഞ്ഞതെന്നാണ് താങ്കൾ കരുതുന്നത്? ഇപ്പൊ ഈ ഗവൺമെന്റ് അൺപോപ്പുലറായി. ഈ ഗവൺമെന്റ് ഏറ്റവും വലിയ അടിത്തട്ടിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി, അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവസാനത്തെ ശ്രമം കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും ഈ ഗവൺമെന്റ് രക്ഷപ്പെടാൻ പോകുന്നില്ല. തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും ഡാൻ കുര്യനിലേക്ക് തന്നെ പോവുകയാണ്. ഡാൻ, എന്തായാലും യാതൊരു ഒത്തുതീർപ്പിനും കോൺഗ്രസ് ഇല്ല, അതിന്റെ ആവശ്യമില്ല എന്നാണ് ശ്രീ തിരുവഞ്ചൂർ അടക്കം നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചത്. ഇനി എന്തായിരിക്കും കോൺഗ്രസിന്റെ ഒരു നീക്കം? കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ഇതൊരു തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ടോ? ഡാൻ, എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും തിരുവഞ്ചൂരിന്റെ വാക്കുകളിൽ തന്നെ അത് വ്യക്തമാണ് ഭവ്യ. ഇത് രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി UDF മാറ്റാൻ തന്നെയാണ് സാധ്യത. കാരണം മുൻകൂർ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരമാണ് ഈ IPC 323, 341, 34 വകുപ്പുകളൊക്കെ മുൻകൂർ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ്. പക്ഷേ അത്തരത്തിലൊരു മുൻകൂർ ജാമ്യം പോലും എടുക്കാതെ ആ നിയമ നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയാണെങ്കിൽ
അറസ്റ്റിന് വഴങ്ങുന്ന ഒരു നീക്കം അത് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അത് UDF വലിയ തരത്തിൽ രാഷ്ട്രീയ പ്രചാരണമായി മാറ്റും. ഈ ദൃശ്യങ്ങളടക്കം പ്രദർശിപ്പിച്ചുകൊണ്ട്, അതായത് നിയമസഭയിൽ കയ്യാങ്കളി നടത്തിയത് ആരാണ് എന്ന ബോധ്യമായിട്ടും അവരെ സംരക്ഷിച്ചുകൊണ്ട് UDF MLA-മാരെ പ്രതി ചേർക്കുന്ന ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടാകുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി സർക്കാർ മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തന്ത്രം തന്നെയായിരിക്കും UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുക. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകൾ അത് വ്യക്തമാണ്. എന്തായാലും കൂടുതൽ പ്രതിപക്ഷ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ 4 പേരും മുൻ MLA-മാരാണ്. അവരടക്കം ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട്. ഇതിൽ ശിവദാസൻ നായരെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അതേ സമയത്ത് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, നമ്മൾ ഈ ഡൊമിനിക് പ്രസന്റേഷനെ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് പറഞ്ഞത്. തുടരാം. തീർച്ചയായിട്ടും അത്തരത്തിൽ MLA-മാരുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ, മുൻ MLA-മാരുടെ പ്രതികരണം അടക്കം ഈ ഘട്ടത്തിൽ വരേണ്ടതുണ്ട്. എന്തായാലും രാഷ്ട്രീയമായ ഒരു നീക്കം ഈ ഒരു ഘട്ടത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് 8 വർഷങ്ങൾക്ക് ശേഷം നിയമസഭാ കയ്യാങ്കളി കേസിൽ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അത് കൃത്യമായ രാഷ്ട്രീയമായ ഒരു ലക്ഷ്യം അതിന് പിന്നിലുണ്ട്. ആ ലക്ഷ്യം ഒത്തുതീർപ്പാണോ അതോ മറ്റെന്തെങ്കിലുമാണോ, അതാണ് ഇനി വ്യക്തമാക്കാനുള്ളത്. പക്ഷേ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കുകയാണ്. ഒരു ഒത്തുതീർപ്പിന് വഴങ്ങില്ല എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നു. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്ത് മ്യൂസിയം പോലീസ് തുടക്കമിട്ട അന്വേഷണമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഈ കേസിന്റെ അന്വേഷണം തുടരുമ്പോൾ സ്വാഭാവികമായി ഈ 4 പേരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ട നടപടികളിലേക്ക് കടക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് മുൻകൂർ ജാമ്യം എടുക്കാത്ത പക്ഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ അത് തീർച്ചയായിട്ടും UDF രാഷ്ട്രീയ പ്രചാരണായുധമാക്കി സർക്കാരിനെതിരെ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത്തരം നീക്കങ്ങൾ തന്നെയാണ്, പ്രതികരണങ്ങൾ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഭവ്യ, ശരി. എന്തായാലും ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത്. നിയമസഭാ കയ്യാങ്കളി കേസിൽ UDF-നെ പ്രതിരോധത്തിലാക്കാൻ സർക്കാർ ഒരുങ്ങുന്നു. 4 UDF മുൻ MLA-മാരെ പ്രതി ചേർത്തിട്ടുണ്ട്. ശിവദാസൻ നായർ, ഡൊമിനിക് പ്രസന്റേഷൻ, MA വാഹിദ്, AT ജോർജ് എന്നിവരെയാണ് പ്രതി ചേർത്തത്. ഗീതാഗോപി നൽകിയ പരാതിയിൽ IPC 34, 323, 341 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തുടരന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഡാൻ കുര്യനാണ് പങ്കുവച്ചത്. അടുത്ത